ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലാണ് എന്ത് വരുന്നത്, ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറയുന്ന പോർഷൻ വരുന്നത്. പലതരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് നമുക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനാലിസിസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ആദ്യം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് നമുക്കൊന്ന് അറിയണം അല്ലേ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറച്ച് പ്രോസസ്സുകൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രോസസ്സുകളാണ് ഇത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. പേരിൽ തന്നെ ഉണ്ടല്ലേ, മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഒരു ബിസിനസ്സിൻ്റെ ഇൻറ്റേർണൽ ഡിസിഷൻസ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന അക്കൗണ്ടുകളാണ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രോസസ്സുകളാണ് ഏതെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് ടെക്നിക്സ് ആൻഡ് കോൺസെപ്റ്റ്സ് ഇൻ പ്രോസസ്സിംഗ് ഹിസ്റ്റോറിക്കൽ ആൻഡ് പ്രൊജക്റ്റഡ് അക്കൗണ്ടിങ് ഡേറ്റ that help management in the creation of policy and day-to-day operations of an undertaking. എന്താ പറഞ്ഞിരിക്കുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് ടെക്നിക് ആൻഡ് കോൺസെപ്റ്റ്സ് ആണ് അല്ലേ. എന്തിനെ പറ്റിയുള്ളതാ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ്, നമ്മുടെ ബിസിനസിന്റെ പാസ്റ്റിലെ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ് ഡേറ്റയോ അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് അക്കൗണ്ടിങ് ഡേറ്റയോ, പഴയതോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതോ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഡേറ്റയെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത് അതിനെ ഒരു അതിൽ നിന്ന് ഒരു ഡിസിഷൻസ് എടുക്കുന്ന മാനേജ്മെന്റിന് ഒരു ഡിസിഷൻ എടുക്കുകയും പോളിസി ക്രിയേഷന് വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഓഫ് ടെക്നിക്കാണ് ഏതെന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആരാണ് യൂസ് ചെയ്യുന്നത്, മാനേജ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർമുലേഷൻ ഓഫ് പോളിസി ആൻഡ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ആൻ അണ്ടർടേക്കിംഗ്. ഒരു ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് കൃത്യമായിട്ട് നടത്താനും അതുപോലെ തന്നെ പോളിസീസും ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ആ ബിസിനസ് റൺ ചെയ്യാൻ ആവശ്യമായിട്ട് എന്തൊക്കെ ഡിസിഷൻസ് ആണോ എടുക്കേണ്ടത് അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഓഫ് ടെക്നിക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ദി പ്രസന്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ഇൻ എ വേ സ്യൂട്ടബിൾ ടു ദി മാനേജ്മെന്റ്. ഇവിടെ നമുക്ക് ഇവിടെ ഇവർ ചെയ്യുന്ന ആ ഒരു അക്കൗണ്ടിങ് പ്രൊസീജിയർ അല്ലെങ്കിൽ അവിടെ എടുക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളോ അല്ലെങ്കിൽ അവരെന്ത് സ്റ്റേറ്റ്മെന്റ് ആണോ തയ്യാറാക്കുന്നത്, ഈ ഒരു ഡിസിഷൻസിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ടൂൾ ഉപയോഗിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ അതൊരിക്കലും പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, മാനേജ്മെന്റിന് ഇന്റേണൽ ആയിട്ട് എന്താവശ്യമാണോ മീറ്റ് ചെയ്യാനുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അവർ തയ്യാറാക്കുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റിനെ മാനേജ്മെന്റിന് മനസ്സിലാവുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വമാണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദി പ്രസന്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ഇൻ എ വേ സ്യൂട്ടബിൾ ടു ദി മാനേജ്മെന്റ്. മാനേജ്മെന്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻസ് ഒന്നെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആകാം അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആകാം അല്ലെങ്കിൽ ഡേറ്റ ആകാം, അതിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ആണ് വരുന്നത്. പിന്നീട് നമ്മൾ പറയുന്നു, ആസ് പെർ ദി കമ്പനീസ് ആക്ട് 2013 അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 40 ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്താണ്, കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 40 പ്രകാരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, എ ബാലൻസ് ഷീറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത്, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് എന്തുണ്ടായിരിക്കണം, ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടായിരിക്കണം. ആ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഫിനാൻഷ്യൽ ഇയർ. എന്താ പറഞ്ഞത്, ആ ഫിനാൻഷ്യൽ ഇയറിന്റെ തന്നെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. പിന്നീട് നമ്മൾ പറഞ്ഞു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫോർ ദി ഫിനാൻഷ്യൽ ഇയർ. ക്യാഷ് ഫ്ലോ അതായത് ക്യാഷിന്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. പിന്നീട് എന്താ പറഞ്ഞത്, എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഇഫ് ആപ്ലിക്കബിൾ. അതായത് ആവശ്യമെങ്കിൽ ചേഞ്ചസ് ഇൻ ഇക്വിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ലാസ്റ്റ് വൺ ആണ് എക്സ്പ്ലനേറ്ററി നോട്ട് എന്ന് പറയുന്നത്. അക്കൗണ്ട്സിന്റെ നോട്ടാണ്, അതായത് എന്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ താഴെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എക്സ്പ്ലനേറ്ററി നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഈ 5 കാര്യങ്ങളാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് വരാൻ ചാൻസ് ഉള്ളത്. ഏതൊക്കെയാണ്, ബാലൻസ് ഷീറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ, എ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഫിനാൻഷ്യൽ ഇയർ, cash flow statement for the financial year, a statement of changes in equity if applicable and explanatory note. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ
2 സബ്സെക്ഷൻ 14 പ്രകാരം നമുക്ക് വേണ്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും അനലൈസ് ചെയ്തിട്ട് വേണം നമ്മുടെ മാനേജ്മെന്റിന് അടുത്ത ഡിസിഷൻസ് എടുക്കാൻ അല്ലെങ്കിൽ അടുത്ത പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്? ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ആണ്. ഇത്രയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു, ഇതിനെല്ലാം അനലൈസ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പല തരത്തിലുള്ള ഫിനാൻഷ്യൽ അനാലിസിസ് ആണ് നമുക്ക് മുന്നിലുള്ളത്. ഏതൊക്കെയൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ എക്സ്റ്റേണൽ അനാലിസിസ്. പേരിൽ തന്നെയുണ്ട്, എന്താണ്? എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? അനലൈസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ദോസ് who do not have access to the detailed accounting record of the company. എന്താണ് ഈ ഒരു അനാലിസിസ് നടത്തുന്നത്? ആരാണ്? എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് നമ്മുടെ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് അല്ലെങ്കിൽ അക്കൗണ്ടിങ് റെക്കോർഡ്സിനകത്ത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് റെക്കോർഡ്സിനകത്ത് ആക്സസ് ഇല്ലാത്ത ആൾക്കാർ. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ദോസ് who do not have access to the detailed accounting record of the company. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് അല്ലെങ്കിൽ കമ്പനിയുടെ അക്കൗണ്ടിങ് റെക്കോർഡിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ആക്സസ് കിട്ടാൻ ചാൻസ് ഇല്ലാത്ത വ്യക്തികളാണ് ഈ ഒരു അനാലിസിസ് നടത്തുന്നത് എങ്കിൽ അത്തരത്തിലുള്ള അനാലിസിസിനെ നമുക്ക് എന്തെന്ന് പറയാം? എക്സ്റ്റേണൽ അനാലിസിസ് എന്ന് പറയാം. ദ ഔട്ട്സൈഡേഴ്സ് ഇൻക്ലൂഡ് ബാങ്കേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ജനറൽ പബ്ലിക്, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്. നമുക്കറിയാം പല ആൾക്കാരാണ് നമ്മുടെ ബിസിനസിന്റെ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും അല്ലേ. അപ്പോൾ അത് ഇന്റേണലും എക്സ്റ്റേണലും ഉണ്ട്. അതിൽ എക്സ്റ്റേണൽ ആൾക്കാർ ആണ് അനാലിസിസ് നടത്തുന്നത് എങ്കിൽ അതിന് നമുക്ക് എക്സ്റ്റേണൽ അനാലിസിസ് എന്ന് പറയാം. ഇനി ഈ എക്സ്റ്റേണൽ ആരാണ്? ഔട്ട്സൈഡേഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ബാങ്കേഴ്സ് ആകാം, ക്രെഡിറ്റേഴ്സ് ആകാം, ജനറൽ പബ്ലിക് ആകാം, അതുപോലെ തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആകാം. ഇതൊക്കെ ആർക്ക് എക്സാമ്പിൾ ആണ്? ഔട്ട്സൈഡേഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആൾക്കാർക്ക് എക്സാമ്പിൾ ആണ്. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നമുക്ക് എക്സ്റ്റേണൽ ഉണ്ട്, അതിന് എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ആണ് ആരൊക്കെ? ബാങ്കേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ജനറൽ പബ്ലിക്, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അനാലിസിസ് നടത്തുന്നത് എങ്കിൽ അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ അനാലിസിസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? എക്സ്റ്റേണൽ അനാലിസിസ് എന്ന് പറഞ്ഞത്. ഇനി ഇന്റേണൽ അനാലിസിസ് ഉണ്ട്, പേരിലുണ്ട്. എന്താണ്? എക്സ്റ്റേണൽ നമുക്കറിയാമെങ്കിൽ ഇന്റേണൽ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. അതായത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഡയറക്റ്റ് ആക്സസ് ഉള്ള ആൾക്കാരാണ് ആ ഒരു അനാലിസിസ് നടത്തുന്നത് എങ്കിൽ അതിനെ നമുക്ക് ഇന്റേണൽ അനാലിസിസ് എന്ന് പറയാം. നോക്കാം. ദിസ് അനാലിസിസ് ഈസ് ഡൺ ബൈ പേഴ്സൺ who have access to the internal accounting record of the business. എന്താണ് ഇതാരാണ് നടത്തുന്നത്? ഇത് നടത്തുന്ന വ്യക്തികൾക്ക് നമ്മുടെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ ഇന്റേണൽ ആക്സസ് ഉള്ളവരാണ് എങ്കിൽ അവരെയാണ് അല്ലെങ്കിൽ അവർ നടത്തുന്ന അനാലിസിസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഇന്റേണൽ അനാലിസിസ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ് ഹൊറിസോണ്ടൽ അനാലിസിസ് ഓർ ഡൈനാമിക് അനാലിസിസ്. എന്താണ് ഹൊറിസോണ്ടൽ ഓർ ഡൈനാമിക് അനാലിസിസ് എന്ന് പറയുന്നത്? ഇൻ ഹൊറിസോണ്ടൽ അനാലിസിസ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ് ആർ റിവ്യൂഡ് ആൻഡ് അനലൈസ്ഡ്. ഇവിടെ എന്താ പറഞ്ഞത്? ഹൊറിസോണ്ടൽ എന്നാണ് പറഞ്ഞത്. അതായത് പല വർഷത്തെ ഡീറ്റെയിൽസ് വെച്ചിട്ട് പല വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് അനലൈസ് ചെയ്യുന്നത്. അതുവഴിയാണ് നമ്മളൊരു എന്താണ് കൺക്ലൂഷനിൽ എത്തുന്നത് എങ്കിൽ അത്തരത്തിലുള്ള അനാലിസിസിനെയാണ് ഹൊറിസോണ്ടൽ അനാലിസിസ് ഓർ ഡൈനാമിക് അനാലിസിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴത്തെ ആയിരിക്കും? നമ്പർ ഓഫ് ഇയേഴ്സിലെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഒരു വർഷത്തെ ആണോ? ചിലപ്പോൾ നമ്മൾ പാസ്റ്റ് 10 ഇയേഴ്സിലെ അല്ലെങ്കിൽ പാസ്റ്റ് 5 ഇയേഴ്സിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള അനാലിസിസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഹൊറിസോണ്ടൽ ഓർ ഡൈനാമിക് അനാലിസിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ എക്സ്റ്റേണലും ഇന്റേണലും ആണ് പറഞ്ഞത്. അവിടെ നമ്മൾ വ്യക്തികൾക്കായിരുന്നു പ്രാധാന്യം കൊടുത്തത്. ആരാണ് ഈ അനാലിസിസ് ചെയ്യുന്നത്? എക്സ്റ്റേണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരാളാണ് ചെയ്യുന്നത് എങ്കിൽ എക്സ്റ്റേണൽ അനാലിസിസ്. അവിടെ എന്താണ്? അയാൾക്ക് നമ്മുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സുമായിട്ട് ഡയറക്റ്റ് എന്താണ് കണക്ഷൻ വരുന്നില്ല അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു ആക്സസ് കിട്ടാത്ത വ്യക്തികളാണ് അത്തരം അനാലിസിസ് നടത്തുന്നത്. ഇന്റേണൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. അവർക്ക് എന്താണ്? ഹു ഹാവ് ആക്സസ് ടു ദി ഇന്റേണൽ അക്കൗണ്ടിങ് റെക്കോർഡ്സ്. നമ്മുടെ ഇന്റേണൽ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ ആക്സസ് ഉള്ള ആൾക്കാരാണ് ആ ഒരു അനാലിസിസ് നടത്തുന്നത് എങ്കിൽ അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ അനാലിസിസിനെയാണ് നമ്മൾ ഇന്റേണൽ അനാലിസിസ് എന്ന് പറഞ്ഞത്.
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ വെച്ചുകൊണ്ടാണ് എത്ര തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് എടുത്തത്. ഇവിടെ എന്താണ് ഒരുപാട് വർഷത്തെ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ അനാലിസിസ് നടത്തുന്നത് എങ്കിൽ ആ അനാലിസിസിനെ നമുക്ക് പറയാം ഹൊറിസോണ്ടൽ ഓർ ഡൈനമിക് അനാലിസിസ് എന്ന് പറയാം. ദ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഈസ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഹൊറിസോണ്ടൽ അനാലിസിസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം ഹൊറിസോണ്ടൽ അനാലിസിസിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ള അനാലിസിസ് ഏതാണ് എന്ന്. അതിന്റെ ആൻസർ ആണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ കമ്പയർ ചെയ്യാണ്, 2-3 വർഷത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ആ ഒരു നടത്തുന്നത്, അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ അനാലിസിസിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ന് പറയാം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ് വെർട്ടിക്കൽ അനാലിസിസ് ഓർ സ്റ്റേറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഡൈനാമിക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത വരുന്നതാണ് വെർട്ടിക്കൽ അനാലിസിസ് ഓർ സ്റ്റേറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഹൊറിസോണ്ടലിൽ നമ്മൾ എന്ത് പറഞ്ഞു? നമ്പർ ഓഫ് ഇയേഴ്സിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് എടുത്തത്. പക്ഷെ വെർട്ടിക്കലിൽ നമ്മൾ ഒരൊറ്റ ഇയറിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എടുക്കുന്നത്. എന്നിട്ട് അതിനകത്തുള്ള ഐറ്റംസ് തമ്മിലാണ് കമ്പാരിസൺ വരുന്നത് അല്ലെങ്കിൽ അനാലിസിസ് നടത്തുന്നത്. വെൻ റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ഫ്രം ദി ബാലൻസ് ഷീറ്റ് ഓഫ് 1 ഇയർ, എന്താണ് ഒരു വർഷത്തെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റേഷ്യോ ആക്കാണ്. ഇപ്പം ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് ആ വർഷത്തെ കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റീസും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ കറണ്ട് അസറ്റും അതുപോലെ തന്നെ ക്യാപിറ്റലും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കുന്നു, ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കുന്നു. അവിടെ എന്താ നടക്കുന്നത്? ഒറ്റ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് എടുക്കുന്നത്. അതിനകത്തുള്ള കാര്യങ്ങൾ തമ്മിലാണ് അനാലിസിസും റിവ്യൂവും നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? വെർട്ടിക്കൽ അനാലിസിസ് ഓർ സ്റ്റേറ്റിക് അനാലിസിസ് എന്ന് പറയാവുന്നതാണ്. ഇറ്റ് ഡസ് നോട്ട് യൂസ്ഫുൾ ഫോർ ലോങ് ടേം പ്ലാനിങ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് യൂസ്ഫുൾ ഫോർ ലോങ് ടേം പ്ലാനിങ്. എന്താണ്? ലോങ് ടേം പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? ആ ഒരു വർഷത്തെ കാര്യം മാത്രമേ എടുക്കുന്നുള്ളൂ. അല്ലാതെ പാസ്റ്റിൽ എങ്ങനെയാണ് വന്നത്, അത് ഇപ്പോഴത്തെ ആയിട്ട് എന്ത് വ്യത്യാസം വരുന്നു, അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? കറന്റ്ലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പീരീഡിൽ എന്താണ് നടന്നത് എന്ന് മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറ്റില്ല? ലോങ് ടേം പ്ലാനിങ്ങിൽ ഈ ഒരു അനാലിസിസ് വെച്ചുകൊണ്ട് നമുക്ക് നടത്താൻ വേണ്ടി പറ്റില്ല. ആൻഡ് ഇറ്റ് ഡസ് ഇൻക്ലൂഡ് ദി ട്രെൻഡ് സ്റ്റഡി ഫോർ ദി ഫ്യൂച്ചർ. എന്താണ് ഇത്? നമുക്ക് ട്രെൻഡ് സ്റ്റഡി, ഫ്യൂച്ചറിലെ ട്രെൻഡ് എന്തായിരിക്കുമെന്ന് ഇപ്പോഴത്തെ ഒരു പ്രസന്റിലെ മാത്രം വെച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അടുത്ത അനാലിസിസ് ആണ് ലോങ് ടേം അനാലിസിസ്. അപ്പോൾ നമ്മൾ 4 അനാലിസിസ് പറഞ്ഞു കഴിഞ്ഞു: എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. നെക്സ്റ്റ് വൺ ആണ് ലോങ് ടേം അനാലിസിസ്. ലോങ് ടേം എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ നമുക്ക് അറിഞ്ഞൂടെ എന്താണെന്ന് നോക്കാം. ഇറ്റ് അനലൈസസ് ദ സ്റ്റഡി ഓഫ് ഫേം എബിലിറ്റി ടു മീറ്റ് ദി റീപേയ്മെന്റ് ഓഫ് ലോങ് ടേം ഒബ്ലിഗേഷൻ. എന്താ പറയുന്നത്? ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്താണ്? ഫേമിന്റെ എബിലിറ്റി ആണ് അനലൈസ് ചെയ്യുന്നത്. എന്ത് മീറ്റ് ചെയ്യാനുള്ളതാണ്? ലോങ് ടേം ഒബ്ലിഗേഷൻ റീപേ ചെയ്യുന്നുണ്ടോ, അതായത് ദീർഘകാലത്തേക്ക് ഇവർ കൊടുക്കാനുള്ള കാര്യങ്ങൾ റീപേ ചെയ്യാനുള്ള എബിലിറ്റി ആർക്കുണ്ടോ, നമ്മുടെ ബിസിനസ്സിനുണ്ടോ എന്ന് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ അതിന്റെ അനാലിസിസിനെയാണ് എന്തെന്ന് പറഞ്ഞത്? ലോങ് ടേം അനാലിസിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ലോങ് ടേം ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഫിനാൻഷ്യൽ എബിലിറ്റി ആർക്കുണ്ടോന്നാണ്, നമ്മുടെ ഫേമിനുണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്നതിനെയാണ് ലോങ് ടേം അനാലിസിസ് എന്ന് പറഞ്ഞത്. ദിസ് അനാലിസിസ് ഇൻക്ലൂഡ് ഫിക്സഡ് അസറ്റ്, ലോങ് ടേം ഡെറ്റ് സ്ട്രക്ചർ എക്സെട്ര. എന്താണ് ഈ ഒരു അനാലിസിസ്? നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്? ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ലോങ് ടേം നേച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് ഫിക്സഡ് അസറ്റ്. അതുപോലെ തന്നെ ലോങ് ടേം ഡെറ്റ്, ഇതെല്ലാം എന്താണ്? ലോങ് ടേം പീരീഡിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള അനാലിസിസ് ആണ് ഏതെന്ന് പറയുന്നത്? ലോങ് ടേം അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ എന്താണ് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ ഫേമിന് എബിലിറ്റി ഉണ്ടോ? എന്തിനുള്ള എബിലിറ്റി ആണ്? ടു മീറ്റ് ദി റീപേയ്മെന്റ് ഓഫ് ലോങ് ടേം ഒബ്ലിഗേഷൻ. ലോങ് ടേം ഒബ്ലിഗേഷൻ റീപേ ചെയ്യാൻ അല്ലെങ്കിൽ മീറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നുള്ള ഒരു അനാലിസിസ് ആണ് ഇവിടെ നടത്തുന്നത്, ലോങ് ടേം അനാലിസിസിൽ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഷോർട്ട് ടേം അനാലിസിസ് എന്തായിരിക്കും? നെക്സ്റ്റ് നമ്മുടെ പോയിന്റ് ആണ് ഷോർട്ട് ടേം അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് വർക്കിംഗ് ക്യാപിറ്റൽ അനാലിസിസ്. എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ അനാലിസിസ് ആണ് നടത്തുന്നത് എങ്കിൽ അതിനെ നമുക്ക് ഷോർട്ട് ടേം അനാലിസിസ് എന്ന് പറയാം. കാരണം എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന ക്യാപിറ്റൽ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ടേം നേച്ചറിലുള്ള ക്യാപിറ്റൽ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ അനാലിസിസ് എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമാണ്? ഷോർട്ട് ടേം അനാലിസിസിന്റെ ഭാഗമാണ്. ഇറ്റ് മെഷേഴ്സ് ദി ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദി ബിസിനസ്. എന്താണ്?
ഇത് നമ്മുടെ ബിസിനസിന്റെ ലിക്വിഡിറ്റി പൊസിഷനെയാണ് മെഷർ ചെയ്യുന്നത്. ഒരു ഫേമിന് എബിലിറ്റി ഉണ്ടോ, അതായത് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ്. അതായത് ഒരു ലെസ്സർ പീരീഡിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഐറ്റം, അതായത് കറണ്ട് അസറ്റുകൾ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എടുക്കുന്ന എബിലിറ്റിയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ ഷോർട്ട് ടേം അനാലിസിസിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താണ്, ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദി ഫേം ആണ്. അതായത് ലോങ് ടേമിലേക്കല്ല, ഷോർട്ട് ടേം പീരീഡിൽ അതിന്റെ ലിക്വിഡിറ്റി എത്രയാണ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് എന്ന് അനലൈസ് ചെയ്യുകയാണ് ഇവിടെ ഷോർട്ട് ടേം അനാലിസിസിൽ വരുന്നത്. ഇറ്റ് ഇവാലുവേറ്റ് ദ ഷോർട്ട് ടേം പേയിങ് കപ്പാസിറ്റി ഓഫ് ദി ഫേം ഓർ ദി ഫേം എബിലിറ്റി ടു മീറ്റ് ഇറ്റ്സ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ. ഇവിടെ എന്താ വരുന്നത്, ഷോർട്ട് ടേം ആണ് അല്ലേ. എന്താണ്, ഷോർട്ട് ടേം പേയിങ് കപ്പാസിറ്റി ആണ്. ഒരു ബിസിനസിന്റെ പേയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് അല്ലേ. ലോങ് ടേം ലൈബിലിറ്റീസ് പേ ചെയ്യുന്നതുകൊണ്ട് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഈ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ പേയിങ് കപ്പാസിറ്റി മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ഷോർട്ട് ടേം അനാലിസിസിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഫേംസ് എബിലിറ്റി ടു മീറ്റ് ഇറ്റ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ. നമ്മുടെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഫേം ആ ഒരു ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് എന്ത് ചെയ്യാണ്, ഇവാലുവേറ്റ് ചെയ്യുകയാണ് ഇവിടെ ഷോർട്ട് ടേം അനാലിസിസിൽ. സച്ച് ആസ് കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ. അതായത് ഈ ഷോർട്ട് ടേം മെഷർമെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കറണ്ട് റേഷ്യോയും ലിക്വിഡ് റേഷ്യോയും. അതായത് ഷോർട്ട് ടേം ലിക്വിഡിറ്റി ആണ് ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള അനാലിസിസ് അല്ലെങ്കിൽ ഇവാലുവേഷൻ നടക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, ഷോർട്ട് ടേം അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഇന്റർ ഫേം അനാലിസിസ് എന്ന് പറയുന്നത്. എന്താണ്, ഇന്റർ ഫേം അനാലിസിസ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദി അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എ ഫേം വിത്ത് അതർ ഫേം അല്ലെങ്കിൽ കോമ്പറ്റേറ്റേഴ്സ് ഓർ ഇൻഡസ്ട്രി ആവറേജ് ഫോർ ദി സെയിം ടൈം പീരീഡ്. അതായത് എന്താ പറഞ്ഞത്, ഒരേ ടൈം പീരീഡിൽ നമ്മുടെ ഫേമും പുറത്തുള്ള കോമ്പറ്റേറ്റേഴ്സും തമ്മിലുള്ള അവരുടെ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തമ്മിലുള്ള അനാലിസിസ് ആണ് ഇവിടെ വരുന്നത്, ഇന്റർ ഫേം അനാലിസിസിൽ വരുന്നത്. അപ്പോൾ ഒരു ഫേമിന്റെ മാത്രമാണോ എടുക്കുന്നത്, അല്ല, ഒരു പർട്ടിക്കുലർ പീരീഡിൽ എൻ്റെ ഫേമിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും എൻ്റെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള കുറച്ചധികം ഫേമിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും തമ്മിൽ അനാലിസിസ് നടത്തുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ഇന്റർ ഫേം അനാലിസിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ പ്രത്യേകത, അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എ ഫേം വിത്ത് അതർ ഫേംസ്. എന്താണ് ഇവിടെ, കോമ്പറ്റേറ്റേഴ്സിന്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, അനലൈസ് ചെയ്യാണ് അല്ലെങ്കിൽ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓർ ഇൻഡസ്ട്രി ആവറേജ് ഫോർ ദി സെയിം ടൈം പീരീഡ്. നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രി ഇതേപോലെ ഇതേ ടൈമിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ഏതെങ്കിലും ഒക്കെ ഇൻഡസ്ട്രീസിൻ്റെയും കൂടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു അനാലിസിസ് നടത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള അനാലിസിസിന് നമുക്ക് എന്തെന്ന് പറയാം, ഇന്റർ ഫേം അനാലിസിസ് എന്ന് പറയാം. എക്സാമ്പിൾ, കമ്പയറിംഗ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് മാരുതി ലിമിറ്റഡ് വിത്ത് ടാറ്റ മോട്ടോഴ്സ്. രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് അല്ലേ, കോമ്പറ്റേറ്റേഴ്സ് അല്ലേ. അപ്പോൾ എന്താണ്, മാരുതി ലിമിറ്റഡിന്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷനും അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിന്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷനും കൂടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു കമ്പാരിസൺ അല്ലെങ്കിൽ അനാലിസിസ് നടത്തുകയാണെങ്കിൽ ആ അനാലിസിസിന് നമുക്ക് എന്തെന്ന് പറയാം, ഇന്റർ ഫേം അനാലിസിസ് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഇനി ഇൻട്രാ ഫേം എന്തായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞത് ഡിഫറെന്റ് ഫേംസിന്റെ ആണ്. അപ്പോൾ ഇൻട്രാ ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരൊറ്റ ഫേമിന് അകത്ത് തന്നെയുള്ള അനാലിസിസ് ആണ് ഇതെന്ന് പറയുന്നത് ഇൻട്രാ ഫേം അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി അനാലിസിസ് ആൻഡ് കമ്പാരിസൺ ഓഫ് 2 or more ഡിപ്പാർട്ട്മെന്റ് ബിലോങ്ങിങ് ടു ദി സെയിം കമ്പനി. എന്താണ്, നമ്മുടെ സെയിം കമ്പനിയിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് കാണും അല്ലേ. നമ്മുടെ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ HR, അക്കൗണ്ടിങ്, അങ്ങനെ ഒരുപാട് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ, സെയിൽസ്, പ്രൊഡക്ഷന്, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് കാണും. അപ്പോൾ ഒരു കമ്പനിക്ക് അകത്ത് തന്നെയുള്ള പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ആണ് അനലൈസ് ചെയ്യുന്നത് എങ്കിൽ അത്തരത്തിലുള്ള അനാലിസിസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ഇൻട്രാ ഫേം അനാലിസിസ് എന്ന് പറഞ്ഞത്. പേര് തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇന്റർ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് നമ്പർ ഓഫ് എന്താണ് കോമ്പറ്റേറ്റേഴ്സ് എടുക്കുന്നുണ്ട്. ഇൻട്രാ എന്ന് പറയുമ്പോൾ വിത്തിൻ ദി കമ്പനിയാണ് അല്ലെങ്കിൽ സെയിം കമ്പനിയുടെ തന്നെ പല പല ഡിപ്പാർട്ട്മെന്റ്. 2 or more എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകരുത്, വേറെ ഫേമിന്റെ കാര്യമല്ല പറയുന്നത്, ആ കമ്പനിയിലെ തന്നെ പല ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കമ്പനിയിൽ തന്നെയുള്ള പല ഡിപ്പാർട്ട്മെന്റിന്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ് അനാലിസിസിന് വേണ്ടിയിട്ട് എടുക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള അനാലിസിസിന് നമുക്ക് പറയാവുന്ന പേരെന്താണ്, ഇൻട്രാ ഫേം അനാലിസിസ് എന്നാണ്. ഇറ്റ് ഒബ്ജക്ട് ഈസ് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ദി ഫേം. ഈ ഇൻട്രാ ഫേം അനാലിസിസ് നടത്തുന്ന എന്തിനു വേണ്ടിയിട്ടാ, നമ്മുടെ ബിസിനസിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇൻക്രീസ് ദ എഫിഷ്യൻസി, കാരണം എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അറിയുകയാണെങ്കിൽ ഓരോരുത്തർക്കും എന്തൊക്കെയാണ് നടക്കുന്നത്, ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവില്ലേ. അതുവഴി നമ്മുടെ ബിസിനസിന്റെ എഫിഷ്യൻസിയെ ഇൻക്രീസ് ചെയ്യാനും
ചെയ്യാനും എന്ത് സഹായിക്കുന്നുണ്ട്? ഇൻട്രാ ഫേം അനാലിസിസ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് ദ സ്റ്റഡി ഓഫ് ദി പെർഫോമൻസ് ഓഫ് ദി സെയിം ഫേം ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇതെന്താണ്? നമ്മുടെ തന്നെ ഫേമിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫേമിൻ്റെ ഒരു പർട്ടിക്കുലർ പീരീഡിൽ എന്താണ് അവരുടെ പെർഫോമൻസ് എന്താണ് എന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് എന്ത് പറ്റുന്നുണ്ട്? ഇൻട്രാ ഫേം അനാലിസിസ് പറ്റുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് ദ സ്റ്റഡി ഓഫ് പെർഫോമൻസ് ഓഫ് ദി സെയിം ഫേം ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഒരു പർട്ടിക്കുലർ പീരീഡിൽ സെയിം ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ സെയിം ഫേമിൻ്റെ പെർഫോമൻസ് വിലയിരുത്താൻ വേണ്ടിയിട്ടും നമ്മൾ ഏത് ഉപയോഗിക്കുന്നുണ്ട്? ഇൻട്രാ ഫേം അനാലിസിസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് അനാലിസിസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോന്നും കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇന്റേണൽ എക്സ്റ്റേണൽ പറഞ്ഞു, അതുപോലെ തന്നെ ഇൻട്രാ ഫേം ആൻഡ് ഇന്റർ ഫേം പറഞ്ഞു, പിന്നീട് ഏതായിരുന്നു ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ പറഞ്ഞു. അങ്ങനെ പല പല ടൈപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള മെയിൻ ടോപ്പിക്കാണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എങ്ങനെയാണ് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ അനലൈസ് ചെയ്യുന്നതും അതിൽ നിന്നൊരു ഇന്റർപ്രിട്ടേഷൻ വരുന്നതും എന്നാണ്. നമുക്കറിയാം അക്കൗണ്ടിങ്ങിന്റെ ആ ഒരു ഡെഫിനിഷനിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് വേണം ഇല്ലേ. നമ്മളല്ലാതെ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ചെയ്താൽ മാത്രം മതിയോ? അതിന് നമ്മൾ അനലൈസ് ചെയ്ത് ഇന്റർപ്രിറ്റ് ചെയ്ത് എന്താണ് നടന്നതെന്നുള്ള ഒരു എന്താണ് മീനിങ് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നതായിരിക്കണം നമ്മുടെ അക്കൗണ്ടിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന്. ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് ദി ഫൈനൽ സ്റ്റേജ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്? എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർ ഓൾസോ നോൺ ആസ് ഫിനാൻഷ്യൽ അനാലിസിസ്. ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റേറ്റ്മെന്റിനെ എന്ത് ചെയ്യണം? അതിനെ അനലൈസ് ചെയ്യുകയും ഇന്റർപ്രിറ്റ് ചെയ്യുകയും വേണം. അങ്ങനെ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഷോർട്ടായിട്ട് എന്ത് പറയുന്നു? ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നു. ഫിനാൻഷ്യൽ അനാലിസിസ് റിഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദി ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് ദി വീക്ക്നെസ്സസ് ഓഫ് എ ഫേം ബൈ എസ്റ്റാബ്ലിഷിംഗ് strategic relationship between the item of the balance sheet, profit and loss account and other operative data. എന്താ പറഞ്ഞത്? ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. എന്ത് കണ്ടുപിടിക്കാനുള്ള പ്രോസസ്സാണ്? നമ്മുടെ ഫേമിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്തും വീക്ക്നെസ്സും കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ബൈ എസ്റ്റാബ്ലിഷിംഗ് സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഐറ്റം. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും അതുപോലെ തന്നെ ഓപ്പറേറ്റീവ് ഡേറ്റയിലും ഒക്കെയുള്ള ഐറ്റംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്തും വീക്ക്നെസ്സും ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സുകൾ ഡിറ്റർമൈൻ ചെയ്യുകയും അതുവഴി എസ്റ്റാബ്ലിഷിംഗ് സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഐറ്റംസ്. എന്താണ്? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലുള്ള ഐറ്റത്തിന്റെ സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഈ ഫിനാൻഷ്യൽ അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് മെത്തേഡ്സ് പഠിക്കാം. മെത്തേഡ്സ് മാത്രമല്ല, മെത്തേഡ്സ് എന്നോ ടെക്നിക്കെന്നോ ടൂളെന്നോ ചോദിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്. പല തരത്തിലാണ് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തുന്നത്. ഓരോ മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്ക് അല്ലെങ്കിൽ ടൂൾ എന്താണെന്ന് നോക്കാം. എന്താണ്? എ നമ്പർ ഓഫ് മെത്തേഡ്സ് ഓർ ഡിവൈസസ് ആർ യൂസ്ഡ് ടു സ്റ്റഡി ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്. എന്താണ്? ഒരുപാട് ഐറ്റംസ്, അതായത് ഒരുപാട് ടൂള്, മെത്തേഡ്, ഡിവൈസുകളൊക്കെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടുണ്ട്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ്, ഓരോ സ്റ്റേറ്റ്മെന്റ് പല പല സ്റ്റേറ്റ്മെന്റിൽ ഐറ്റംസ് തമ്മിൽ ഫിനാൻഷ്യൽ ഐറ്റംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ടെക്നിക്കും ടൂൾസും ഒക്കെയാണ് ഉള്ളത്. ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് അനാലിസിസ് ആർ ജനറലി യൂസ്ഡ്. നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് അനാലിസിസുകൾ നമുക്ക് ഇവിടെ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് വൺ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്, ട്രെൻഡ് അനാലിസിസ്, അതുപോലെ തന്നെ ആവറേജ് അനാലിസിസ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ഫണ്ട് ഫ്ലോ അനാലിസിസ് ആൻഡ് ക്യാഷ് ഫ്ലോ അനാലിസിസ്, റേഷ്യോ അനാലിസിസ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ് ഇതൊക്കെ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്, ട്രെൻഡ് അനാലിസിസ്. ഇതിനകത്ത് കുറച്ചൊക്കെ നമുക്ക് അറിയാവുന്നതായിരിക്കും അല്ലേ? ട്രെൻഡ് അനാലിസിസ് ഒക്കെ നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം എന്താ പറഞ്ഞത്? കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്, ട്രെൻഡ് അനാലിസിസ്, അതുപോലെ തന്നെ ആവറേജ് അനാലിസിസ്,
സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ഫണ്ട് ഫ്ലോ അനാലിസിസ് ആൻഡ് ക്യാഷ് ഫ്ലോ അനാലിസിസ്, റേഷ്യോ അനാലിസിസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമുക്ക് ഈ ഫിനാൻഷ്യൽ അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്കാണ്, അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന് നമുക്ക് പറയാവുന്നതാണ്.